കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ വരുന്ന 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീരാം മനോഹർ is a registered medical practitioner. He keeps his books on cash basis and his summarized cash account for the year ended 31st March 2020 is as under. Okay, debit side il thamilla balance borrowed on 5850, loan from bank for professional purpose 10,000, sale of medicine 26,500, consultation fees 16,000, visiting fees 3,000, interest on government security 3,600, rent from house property 8,000, gift from father-in-law 5,000, gift from patient 2,000. Then credit side il thamilla by cost of medicine 12,000, by general expense 450, by motor car expense 6,000, salaries 1,200, rent from dispensary 2,400, telephone expense 500, personal expense 1,600, life insurance premium 2,500, interest on bank loan 200, insurance premium car 700, house property 500, local tax 8,800, traveling expense personal 1,000, charity 100, balance carried on 50,000. Then computer is income from profession and house property for the assessment year 2022-23. Taking into account the further information, 1/2 of motor car expenses are in respect of his personal use. The following expenses were unpaid on 31st March 2022. Rent of dispensary for 4 months, rupees 1,200. Telephone bill 280. Consultation fee include a receipt of rupees 6,000 as advance for attending a medical camp in April 2022. The written down value of motor car on 1/4/2021 was rupees 12,720. Rate of depreciation 15%. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ഏർണിങ്സിനെയും എല്ലാ ഇൻകത്തിനെയും നമ്മൾ ആഡ് ചെയ്യുക, എല്ലാ എക്സ്പെൻസിനെയും ലെസ് ചെയ്യുക. ഏതുമായിട്ട് ബന്ധപ്പെട്ട ഇയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവും എക്സ്പെൻസും. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഇതിൽ ഡെബിറ്റ് സൈഡിൽ കാണാം സെയിൽ ഓഫ് മെഡിസിൻ. അപ്പൊ ഇയാൾ ഡോക്ടറാണ്. ഡോക്ടർ ആകുമ്പോൾ അയാള് മെഡിസിൻ എന്ത് ചെയ്യും? വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്. സെയിൽ ഓഫ് മെഡിസിൻസ് തന്നത് എത്രയാണ്? 26,500 ആണ്. അപ്പൊ ഇയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻകം ആണ്. അടുത്ത വരുന്നതോ കൺസൾട്ടേഷൻ ഫീ. ഡോക്ടർ ആകുമ്പോൾ അയാൾ നോക്കിക്കഴിഞ്ഞാല് അയാൾക്ക് കിട്ടുന്ന ഫീ ആണ് കൺസൾട്ടേഷൻ ഫീ. അതും ഇയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം ആണ്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി അടുത്തത് വിസിറ്റിംഗ് ഫീ ആണ്. ഇയാളുടെ റൂമിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാല് അയാൾക്ക് കിട്ടുന്ന ഫീ ആണ്. അതും അയാളുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്രയാണ്? 3,000 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഗിഫ്റ്റ് ഫ്രം പേഷ്യന്റ്. പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റ് കൊടുക്കുന്നു. പേഷ്യന്റും ഡോക്ടറും അതിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പൊ അയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യന്റ് കൊടുക്കുന്ന ഗിഫ്റ്റ് ആ 2,000 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 47,500 എന്ന് കിട്ടും. അപ്പൊ ഇതെന്താണ്? ഇൻകംസ് ആണ്. ഈ ഇൻകംസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തു. ഇനി എക്സ്പെൻസ് ആണ്. നമ്മൾ എക്സ്പെൻസിന് എന്ത് ചെയ്യുന്നു? ലെസ് ആണ് വേണ്ടത്. ഓക്കെ, ലെസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഇപ്പൊ എക്സ്പെൻസുകൾ നോക്കാം. കോസ്റ്റ് ഓഫ് മെഡിസിൻ. കോസ്റ്റ് ഓഫ് മെഡിസിൻ എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് മെഡിസിന് നമ്മൾ മൈനസ് ചെയ്യണം. എത്രയാണ്? 12,000 ആണ്. ഇനി ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് പൊതുവായിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും. ആ എക്സ്പെൻസുകളും ഇവിടെ അലോഡ് തന്നെയാണ്. എത്ര വരും? 450 വരും. ഇനി മോട്ടോർ കാർ എക്സ്പെൻസ് ആണ്. മോട്ടോർ കാറിന്റെ കേസിൽ നിങ്ങളുടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് 1/2 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സണൽ യൂസ്. ഓക്കെ, അതായത് പകുതി പോർഷൻ എന്താണ്? അയാളുടെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന മോട്ടോർ കാർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പകുതി പോർഷൻ അയാളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ 6,000 1/2 പോർഷൻ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 6,000 1/2 പോർഷൻ കണ്ടാൽ എത്ര കിട്ടും? 3,000 എന്ന് കിട്ടും. അപ്പൊ ആ മോട്ടോർ കാറിന്റെ 3,000 1/2 പോർഷൻ ഇവിടെ നമ്മൾ കാണിക്കുന്നു. ഇനി സാലറീസ് ആണ്. ഇയാള് എന്താണ്? ക്ലിനിക്ക് നടത്തുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കണം. 1,200 സാലറീസ് കൊടുക്കുന്നു. ഇനി റെന്റ് കൊടുക്കേണ്ടതായിട്ടും വരും. ഡിസ്പെൻസറിയുടെ എത്രയാണ്? 2,400 ആണ് റെന്റ് വരുന്നത്. ഇനി ടെലിഫോൺ ചാർജ്. ടെലിഫോൺ ചാർജ്, ഫോൺ വിളിക്കുന്നതിന് ചാർജ് ഒക്കെ ഉണ്ടാകും.
ഇപ്പൊ ടെലിഫോൺ ചാർജും എന്താണ് ഇവിടെ അലോഡ് തന്നെയാണ് 500. ഓക്കെ, ഇനി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പേഴ്സണൽ എക്സ്പെൻസ് അതൊന്നും ഇവിടെ വരില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ വരും. കാരണം ഇയാള് ലോൺ ടേക്കൺ ഫോർ പ്രൊഫഷണൽ പർപ്പസ് എന്ന് അപ്പുറം പറഞ്ഞിട്ടുണ്ട് 10,000. ഇപ്പൊ ഇവിടെ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എത്രയാണ്? 200. അതെന്തായിരിക്കും ഇവിടെ എക്സ്പെൻസിൽ ഉൾപ്പെടുന്നതാണ് 200. ഓക്കെ, ഇനി ഇൻഷുറൻസ് പ്രീമിയം, ഇൻഷുറൻസ് പ്രീമിയം ഇതിൽ കാർ വരുന്നുണ്ട്. ഓക്കെ, കാർ എന്ന് പറയുന്നത് ഇയാള് ഉപയോഗിക്കുന്നത് 1/2 പോർഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 700ന്റെ 1/2 പോർഷൻ എന്തായിട്ട് മാറും? ഇവിടെ ഈ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 ഏതിൽ വരും? ഇതില് വരും. ഓക്കെ, 350 പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിട്ട് വരും. ഇനി ഹൗസ് പ്രോപ്പർട്ടി ആണ്, അപ്പൊ ഇവിടെ അത് വരൂല. ലോക്കൽ ടാക്സും ഇവിടെ ഉൾപ്പെടുന്നില്ല. ട്രാവലിംഗ് എക്സ്പെൻസ് പേഴ്സണൽ ആണ്, ചാരിറ്റി ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ദെൻ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഡാറ്റ ഒന്ന് നോക്കുക. ഒന്നാമത്തത് 1/2 ഓഫ് മോട്ടോർ കാർ എക്സ്പെൻസ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സണൽ യൂസ്. അത് ഓൾറെഡി നമ്മൾ കാണിച്ചു. ദി ഫോളോയിങ് എക്സ്പെൻസ് വേർ അൺപെയ്ഡ്. ഈ എക്സ്പെൻസുകൾ എന്തായിട്ടില്ല? അൺപെയ്ഡ് ആണെന്നാണ് പറയുന്നത്. റെന്റും അതേപോലെ ടെലിഫോൺ ബില്ലും അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ കൺസൾട്ടേഷൻ ഫീ ഇൻക്ലൂഡ് 6,000 അഡ്വാൻസ് ഫോർ അറ്റൻഡിങ് മെഡിക്കൽ ക്യാമ്പ്. അതും നമ്മൾ നോക്കേണ്ടതില്ല, ഓൾറെഡി ഇൻകം ആയിട്ട് വന്നതാണ്. ദെൻ റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് മോട്ടോർ കാർ. ഇപ്പൊ മോട്ടോർ കാറിന്റെ കേസിൽ 1/2 പോർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോട്ടോർ കാറിന്റെ റിട്ടേൺ ഓൺ വാല്യൂ എത്രയാണ്? 12,720 ആണ്. ഇതിന്റെ ഡിപ്രിസിയേഷൻ വാല്യൂ വരുന്നത് എത്രയാണ്? 15% ആണ്. അപ്പൊ ഇതിന് 1/2 പോർഷൻ നമ്മൾ ഇവിടെ ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കണം. ഓക്കെ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 954 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയുമാണ് എക്സ്പെൻസുകൾ വരുന്നത്. ഈ എക്സ്പെൻസിൽ നമ്മൾ ടോട്ടൽ ചെയ്യുക, ഔട്ടർ കോളത്തിലേക്ക് ചെയ്തു 21,054 എന്ന് കിട്ടും. ഇപ്പൊ 47,500 നിന്നും 21,054 മൈനസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ എത്ര കിട്ടും? ഇപ്പൊ 26,446 എന്ന് നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇൻകം ഫ്രം പ്രൊഫഷൻ കണ്ടു. ഇനി ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൂടെ കാണാൻ പറയുന്നുണ്ട്. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഈ റെന്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? GAV ആയിട്ട് എടുക്കുക. ഗ്രോസ് ആനുവൽ വാല്യൂ എത്രയായിട്ടാണ് എടുക്കുന്നത്? 8,000 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇതിൽ നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറക്കണം. ലോക്കൽ ടാക്സസ് എന്ന് പറഞ്ഞാൽ 800 തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 7,200 കിട്ടും. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇതെന്താണ്? NAV ആണ്. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% മൈനസ് ചെയ്യാം. ഇപ്പൊ 2,160 എന്ന് കിട്ടും. 7,200 നിന്നും 2,160 നമ്മൾ കുറച്ച് കഴിഞ്ഞാല് ഇൻകം ഫ്രം HP ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അതായത് 5,040 എന്ന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.